എന്താണ് മോനെ ഇങ്ങനെ നോക്കണത്? എന്തേ നോക്കാൻ പാടില്ലേ? ഒരു കാര്യം കാണിച്ചു തരാവേ. കാണിക്കേ. ശിവേട്ട എന്ത് പണിയാ കാണിച്ച്? എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരെണ്ണം കൂടെ തരാം. ഇപ്പൊ ഇവിടെ നടന്നത് നന്ദു അറിയണ്ട. അതെന്താ നന്ദു അറിഞ്ഞ എന്ത് സംഭവിക്കും? ഞാൻ അവളോട് വലിയ കാര്യത്തിലൊക്കെ പറഞ്ഞതാ, കല്യാണം കഴിയാതെ ശിവേട്ടനെ കൊണ്ടുതന്നെ മേത്ത് പോലും തൊടിക്കത്തില്ലാന്ന്. ഇപ്പൊ എന്താ സംഭവിച്ച? നിന്നോട് ആര് പറഞ്ഞ് വേണ്ടാത്തതൊക്കെ ഇങ്ങനെ പറയാനായിട്ട്? വേണ്ട വേണ്ട, നോക്കിയൊന്നും വേണ്ട. പരസ്യമായിട്ടൊന്നും കിട്ടുമെന്നും പ്രതീക്ഷിക്കണ്ട. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അതല്ല, ഞാനാ നോട്ടം കണ്ടതുകൊണ്ട് പറഞ്ഞതാ. ചോദിച്ചാലും പരസ്യമായിട്ട് ഞാനൊന്നും തരാനും പോണില്ല. പരസ്യമായിട്ട് വേണ്ട, ഞാൻ വേണമെങ്കിൽ ഈ റൂമിലോട്ട് വരാം. അയ്യടാ മോനെ, അതിന്റെ ആവശ്യം ഉണ്ടോന്നൊന്നും തോന്നണില്ല കേട്ടോ. പക്ഷെ എനിക്ക് വേണമെങ്കിലോ? തരാൻ എനിക്കിപ്പോ സൗകര്യമില്ല. ഇപ്പൊ വീട്ടിലോട്ട് പോവാം, എനിക്ക് മടുത്ത്, മൂടെല്ലാം പോയി. അല്ല, അതുങ്ങളാ ഇവിടെ പോയി തപ്പാനാ? ദേവുവിന്റെ കൂടെ അല്ലേ പോയേക്കണ, കുളത്തിന്റെ ബാക്കിൽ അങ്ങനെ നോക്കാം, അവിടെ ഉണ്ടാവും. മോളെ ദേവുവേ, നിങ്ങളെപ്പോഴാ വന്നത്? ഞങ്ങളിപ്പോ വന്നതേ ഉള്ളു, വീട്ടിലോട്ട് പോകാൻ വിളിക്കാൻ വന്നതാ. വായോ, വേഗം പോവാം. അമ്പോ, അച്ഛൻ പുതിയ ശീലമൊക്കെ തുടങ്ങിയ? നിന്റെ അച്ഛനല്ലേ തിന്നാൻ കയറിയതാ, അല്ലാണ്ട് എന്നെ സഹായിക്കാൻ കയറിയൊന്നുമല്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇങ്ങോട്ട് കേറിയത്. എന്നോട് ക്ഷമിക്കാം, ഞാൻ ഈ മൂലക്കങ്ങനെ ഇരുന്നോളാം. നിങ്ങൾ അവിടെ ഇരിക്കേ കിടക്കേ എന്താന്ന് വെച്ചാ ചെയ്. ശിവ, നീ വന്ന് ഈ പാത്രം കഴുകി വെച്ചേ. മഹി, നീ തന്നെ വന്ന് ഹെൽപ്പ് ചെയ്യും. അമ്മ, രണ്ട് പെൺപിള്ളേര് ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾ ആൺപിള്ളേരോടാണോ പാത്രം കഴുകാനും കുക്ക് ചെയ്യാനൊക്കെ പറയണ? അവരോട് പറ. ഞാൻ പറഞ്ഞത് നീ ഇപ്പൊ ചെയ്തു വെക്ക്. അമ്മ എന്തൊരു ഫെമിനിസ്റ്റ് ആണ്. അതേടാ, ഞാൻ ഫെമിനിസ്റ്റ് തന്നെ. നിന്നെയൊക്കെ കെട്ടിച്ചു വിടുമ്പോഴേ നീയൊക്കെ വീട്ടിലൊന്നും ചെയ്തില്ലെങ്കിൽ ആ പെൺപിള്ളേരുടെ പ്രാക്ക് ഞാൻ കേൾക്കേണ്ടി വരും. മഴ വിളിച്ചായിരുന്നോ ദേവു? മേഘാന്റെ അമ്മ വിളിച്ചായിരുന്നു ഉച്ചക്ക്. എന്നിട്ട് എപ്പോ വരുമെന്നാ പറഞ്ഞത്? അമ്മയും അച്ഛനും മാത്രമല്ല, അവരും വരണുണ്ടെന്ന് പറഞ്ഞു. രേവതി ആൻറ്റിയും ലച്ചു ചേച്ചിക്ക നാളെ രാവിലെ വരും. അല്ല, പിന്നെ മേഘാന്റി എന്താ പോവാഞ്ഞത്? ലച്ചു ചേച്ചിന്റെ പെണ്ണാണല്ലായിരുന്നു ഇന്ന്. ഞാൻ പോവാഞ്ഞതേ, ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ 4 പേരും ഇവിടെ ഒറ്റക്കല്ലേ. നിങ്ങളാ ഇവിടെ ഒറ്റക്ക് നിർത്തിയിട്ട് പോയാൽ ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എല്ലാവരും വന്ന് കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. മനുവേട്ട, ഒന്ന് പതിയെ നോക്കിക്കേ. ഞാന് ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ ഇനിയിപ്പൊ ഫോഴ്സ് ചെയ്ത് കെട്ടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുങ്ങൾ തന്നെ പറഞ്ഞോളൂ. നമ്മള് മിണ്ടാണ്ട് ഒരു വഴി കൊടുത്താ മതി. ശരിയാണ്, മിണ്ടണ്ട. ഇതിനെ കുറിച്ചൊന്നും സമയമാകുമ്പോ പറയാം. പിന്നെ മനുവേട്ട, നിങ്ങളാ കഴിഞ്ഞ ദിവസം വഴക്കിന്റെ ഇടയിൽ മഹീന്റെ കാര്യം പറഞ്ഞില്ലേ, അതും ചോദിച്ച് ശിവനന്റെ അടുക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു അവന്മാരോട്? ഞാനെന്ത് പറയാനാ, വിടത്തില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കും നമ്മൾ തീരുമാനിച്ചേക്കണതെല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ വേറെന്ത് ചെയ്യാനായിരുന്നു? കൊള്ളാം. ഇനിയിപ്പ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം അറിഞ്ഞില്ലേ? വേറൊന്നും കൊണ്ടല്ല മനുവേട്ട ഞാൻ പറഞ്ഞത്. അന്നെന്ന് പറയണ കൊച്ചുണ്ടല്ലോ, മഹീന്റെ പുറകെ നടക്കണം, അതിന്റെ പുറകെ അവൻ പോകണ്ടല്ലോന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ. ഇനിയിപ്പോ അതൊന്നും ആലോചിച്ച് കിടക്കണ്ട, കിടന്നുറങ്ങും. ഞാൻ ഹെൽപ്പ് ചെയ്യണോ അമ്മയ്ക്ക്? വേണ്ട വേണ്ട, നിങ്ങൾ പോയി കുളിച്ചിട്ടൊക്കെ വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം.
അമ്മ ചായ വെച്ചോ? ചായ വേണമെങ്കിലേ പുനാര മോനെ ഉണ്ടാക്കി കുടിക്കേ. ശരി ശരി, അല്ലെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ചായ ഇടുമ്പോഴത്തേക്കും മഹിക്കും ദേവുനും നന്ദുവിനും അച്ഛനും കൂടെ ഇട്ടേക്കണേ. ആ ശരി ശരി, ഉണ്ടാക്കാം. ഏത് സമയത്താണോ എണീറ്റ് വരാൻ തോന്നിയത്? എന്താ വല്ലതും പറഞ്ഞാ? ഒന്നും പറഞ്ഞില്ലമ്മ. അമ്മ ചായ. നിനക്കെന്താടാ ഇപ്പോഴാണോ നേരം വിളിച്ചത്? ഉറങ്ങിപ്പോയി. ചായ എടുത്ത് തരാൻ പറ്റുമെങ്കിൽ താ. ചായ വേണമെങ്കിലേ എടുത്തു കുടിക്കേ. നിന്റെ കൈക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മ കുറച്ച് ചായയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, അതൊന്നും എടുത്ത് തരാൻ പാടില്ലേ? ശിവന് ചായ ഉണ്ടാക്കി കുടിക്കാമെങ്കിൽ മഹിക്ക് ചായ എടുത്തും കുടിക്കും. രാവിലെ തന്നെ അടുക്കളയിൽ കേറിയല്ലേ? കേറിയതല്ല, ഒരു ചായ ചോദിച്ചതാ. ആ, രാവിലെ എണീക്കലും അടുക്കളയിൽ കയറലൊക്കെ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണാവോ മോന് മനസ്സിലായത്? നീ ദേവുനെ ഇംപ്രസ് ചെയ്യാൻ നോക്കണല്ലേ, എനിക്ക് മനസ്സിലായി. അത് ശരി, ഇതാണോ ഉദ്ദേശിച്ചത്? എന്റെ പൊന്നോനെ, സത്യം പറഞ്ഞ രാത്രി ഉറക്കം കിട്ടലൊന്നും ഇല്ല പേടിയിട്ട്. എനിക്കെന്താ പറ്റണേന്നറിയില്ല, ചത്തു പോകാറായെന്ന് തോന്നാം. ഉറക്കം കിട്ടാത്തത് ചത്തുപോകാറായിട്ടൊന്നും അല്ലടാ, നിനക്ക് പ്രേമം തലക്ക് പിടിച്ചിരിക്കണോണ്ടാ. ആ, ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലേ. അതെ അതെ. ഗുഡ് മോർണിംഗ് മേഘാൻറ്റി. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ എണീറ്റപ്പോൾ ലേറ്റായി പോയോ? ആ, ഇന്ന് ലേറ്റായി. സാധാരണ ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് നേരത്തെ എണീക്കും. 2-3 ആഴ്ചത്തേക്ക് ഇനി ക്ലാസ് ഇല്ല, അതുകൊണ്ട് ഒന്നിടന്ന് ഉറങ്ങിയതാ. പിന്നെ ആലോചിച്ച മേഘാൻറ്റി അടുക്കളയിൽ ഒറ്റക്കാണല്ലോ എന്ന്. അടുക്കളയിൽ ഞാൻ ഒറ്റക്കാണെന്നുള്ള കാരണം കൊണ്ട് എണീറ്റൊന്നും വരണ്ട. ദേ ഇരിക്കണുണ്ടില്ലേ 2 തടിമാടന്മാര്, അവന്മാരുണ്ട്. അല്ല നന്ദു എന്തേ എണീക്കാൻ ടൈമായിട്ടില്ല അവക്ക്? ദേ ഞാൻ വന്ന്. ആ വന്നാ? എടാ പിള്ളേർക്ക് ചായ എടുത്തു കൊടുക്ക്. എനിക്ക് വേണ്ട, ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല. കണ്ടാമ്മ, 2 ഗ്ലാസ് ചായ വേസ്റ്റ് ആയില്ലേ? അതിന് നന്ദു ചായ കുടിക്കൂലെന്നേ പറഞ്ഞുള്ളു, ഞാൻ ചായ കുടിക്കും. അത് ശരി. പെൺപിള്ളേര് രാവിലെ ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതൊന്നും അല്ലട്ടാ. പിന്നെ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് അധിക പ്രസംഗം നടത്താണ്ട ചായ എടുത്തു കൊടുക്കടാ. ലച്ചു ചേച്ചി, എന്തൊക്കെയുണ്ട് രണ്ടാക്കും, സുഖമല്ലേ? പിന്നെ പരമ സുഖമല്ലേ? ഹലോ മഹി, ശിവ, എന്നെ അറിയാമോ? എങ്ങനെ അറിയാന, ചെറുതിലെ കണ്ടേക്കണതല്ലേ, സാധ്യതയില്ല അറിയാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്ക് നിങ്ങളറിയാം. പിന്നെ നിങ്ങളുടെ കാര്യമൊക്കെ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഞാൻ സപ്പോർട്ടാട്ടോ. മതി വന്നകത്തോട്ട് പോകാം, ഇനി താൻ വാ തുറക്കരുത്. ആ, എന്തായാലും വന്ന കാര്യം ആദ്യം പറഞ്ഞേക്കാം. ലച്ചുവിൻ്റെ മോതിരമാറ്റമാണ് 22-ാം തീയതി. എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നേക്കാം കേട്ടല്ലോ. പെണ്ണുകാണലിന് കാണിച്ച പോലെ കാണിച്ചേക്കരുത് മേഘേച്ചി. ആ ശരി, തലേ ദിവസം തന്നെ വന്നേക്കാം പോരെ? ലച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇവിടെ 2 കല്യാണം നടത്താൻ. അതിപ്പോൾ മഹീൻ്റെ ആണോ ശിവൻ്റെ ആണോ ദേവുൻ്റെ ആണോ നന്ദുവിൻ്റെ ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതെ, ദേവുനും നന്ദുവിനും ആണെങ്കിൽ അവിടെ നിന്നൊക്കെ ഓരോരോ ആലോചനകൾ വരുന്നുണ്ട്. ഇപ്പം ഏതാ നടത്തണേന്നൊന്നും അറിയത്തില്ല. അതെന്തിനാ ആൻറ്റി അങ്ങനെ പറഞ്ഞാൽ? അവർക്ക് വിഷമായിട്ടുണ്ടാകത്തില്ലേ? അതൊന്നും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വന്നോളും 4 ആളും. പിന്നെ വെറുതെ തലയിൽ കയറ്റി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞു. എൻ്റെ പൊന്നെ, എനിക്കാണെങ്കിൽ അതുങ്ങളുടെ മുഖം കണ്ടിട്ട് ചിരി വന്നിട്ട് വെള്ളമായിരുന്നു. എങ്ങനെ ചിരിക്കാണ്ടിരിക്കുമെന്ന് നോക്കണമായിരുന്നു ഞാൻ. ഓഹോ, അപ്പം അതായിരുന്നല്ലേ കിടപ്പോശം. നന്ദുവേ, ഓരോന്നിങ്ങനെ മാറ്റി പറയണ എനിക്ക് ദേഷ്യം വന്നുണ്ട്. അതെ ശിവേട്ടാ, ദേഷ്യപ്പെടാനും വേണ്ടട്ടാ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കല്ലേ പോകുള്ളൂ. അയ്യേ, ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയണത്?
അവര് ചുമ്മാ നമ്മളെ ദേഷ്യപ്പെടുത്താൻ പറഞ്ഞതാണ്. അതപ്പം തന്നെ സീരിയസ് ആയിട്ട് എടുത്ത. അല്ല, അതെങ്ങനെ നിനക്കറിയാം? ഞാൻ കാരണം അവളറിഞ്ഞ്. നീ ആരാ? ഈ ഫാമിലിയിലത്തെ സ്പൈയാ? ആ അതെ, സ്പൈ ആണെന്ന് തന്നെ കുട്ടിക്കോ. ഇപ്പൊ ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. രണ്ടുപേരും ഇവിടെ മോന്തെ കയറ്റി പിടിച്ചോണ്ടിരുന്നാനെ. ആ മതി മതി നിർത്ത്. സ്പൈ ആണെന്ന് തന്നെ സമ്മതിച്ച്. അപ്പൊ ശരി, ഞങ്ങളങ്ങ് ഇറങ്ങുവാണേ. പിന്നെ എല്ലാവരും അങ്ങ് എത്തിക്കോളോട്ടോ 22-ാം തീയതി. ഓക്കെ ബായ്, ഞങ്ങളെല്ലാവരും വന്നേക്കാവേ. എടാ, ഞാൻ വേണമെങ്കിൽ എയർപോർട്ടിലോട്ട് വരാം. ലൊക്കേഷൻ മാത്രം ഷെയർ ചെയ്താൽ മതിയാ? മണ്ടത്തരമൊന്നും കാണിക്കൂലല്ലോ അല്ലേ? ഇല്ലടാ, നീ പേടിക്കണ്ട. ലൊക്കേഷൻ മാത്രം ഷെയർ ചെയ്താൽ മതി. ഡ്രൈവറിനെ കാണിച്ചിട്ട് അങ്ങോട്ട് തന്നെ വന്നേക്കാം. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തേക്കാം. നീ ഇപ്പോൾ ടാക്സി നോക്ക്. ഓക്കെ, ശരിടാ. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. പേടിക്കരുത്, കിട്ടല്ല. സർപ്രൈസാ? അതെന്താടാ? അതും കൂടെ പറഞ്ഞിട്ട് വെക്ക്. ഇല്ല, എന്തായാലും നീ വരുമ്പോഴത്തേക്കും കാണൂലേ, അത് മതി. ഈശ്വര, ഇനി ആരാണോ അത്? ഹലോ, ഇത് ഏത് ലോകത്താണ്? ഇല്ല, ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന്. അപ്പൊ അതങ്ങനെ ആലോചിച്ചിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിയുമ്പോ നമ്മളെയൊക്കെ മൈൻഡ് ഉണ്ടാവോ എന്തോ. ഒരിക്കലും മൈൻഡ് ചെയ്യത്തില്ല. ഞാനേ അവരുടെ കൂടെ അങ്ങോട്ട് പോവും. പോയിക്കോ, അതിനിപ്പോ എനിക്കെന്താ? നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോ എന്താ? എന്നാ നീ ഒന്ന് ഇമാജിൻ ചെയ്, അവര് വരുമ്പോഴത്തേക്ക് അവരുടെ കൂടെ അന്നയും കൂടെ ഉണ്ടെന്ന്. അവളെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റില്ല, നോക്കിക്കോ. ശരി എന്നാ, ഞാൻ പോണു. പിന്നെ മേഘാന്റെ തിരക്കുണ്ട് അടുക്കളയിൽ സഹായിക്കാൻ. അങ്ങോട്ട് ചെല്ലി. ഹലോ, ഇത് ആരൊക്കെയായത്? വാ, കേറി വാ. ഹായ് ആന്റി. ഹലോ മേഘാന്റി, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? ഈശ്വര, ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെയാണാവോ നടക്കാൻ പോണത്. മക്കളെല്ലാവരും ഇവരുടെ കൂടെ പഠിച്ചതാണോ? ദേവു, ആ റൂമിലോട്ട് പോകാം. അതെ ആന്റി, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ, നിങ്ങൾ മൂന്നുപേരും ഒന്ന് പുറത്തോട്ട് വന്നേ. നിനക്കൊക്കെ തലക്ക് വല്ല ഓളോ ഉണ്ടാ? നിങ്ങളെ രണ്ടിനെ കെട്ടിയിരുന്നളിച്ചോണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്? അതെ, വെറുതെ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. എടാ, ഞങ്ങള് പറയുന്നതും കൂടെ കേക്ക്. സത്യം പറഞ്ഞ ഇത് ഞങ്ങളുടെ പ്ലാൻ അല്ലായിരുന്നു. അന്ന പറഞ്ഞിട്ടാണ് അതുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അന്ന പറയുന്നതെല്ലാം കേൾക്കാൻ നീക്കാരാ? അവളുടെ വേലക്കാരന്മാരാണോ? അതല്ലടാ, ഇതില് ഞങ്ങക്ക് വലിയ ചെലവൊന്നും വന്നിട്ടില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അവളാ എടുത്തു തന്നത്. പിന്നെ ഓസിന് കേരളം കാണാന്നൊക്കെ വിചാരിച്ച് അവളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കേരളം കാണാൻ ഇത്രക്ക് ആഗ്രഹമായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഞാൻ 2 ടിക്കറ്റ് എടുത്ത് തരൂലായിരുന്നോ? വെറുതെ എന്തിനാ അവളെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? സോറിടാ, പറ്റിപ്പോയത് പറ്റിപ്പോയി. ഇനി വെറും ഒരാഴ്ച സഹിച്ചാ മതി. ഞങ്ങൾ ഒരാഴ്ച കഴിയുമ്പോ പൊയ്ക്കോളാം. അതിന് നിങ്ങൾ ഇവിടെ നിൽക്കണേന് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾമാർ രണ്ടുപേരും പറഞ്ഞു വിട്ടാ മതി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും. ശരി, ഒരാഴ്ച കഴിയുമ്പോ അവൾമാരെ പറഞ്ഞു വിട്ടോളാം. ഇപ്പൊ നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും അകത്തുനിന്ന് കഴിക്കാൻ വാങ്ങിച്ചു തരൂ. ശരി ശരി, വാ അകത്തോട്ട്. അമ്മ, ദേ ഇവന്മാർക്കും കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. വാ മക്കളെ, വന്നിരുന്ന് കഴിക്കേ. എടുത്തു വെച്ചിട്ടുണ്ട്. നന്ദുവേ. എന്ത് വേണം? എന്താ പറ്റിയേ? എന്തിനാ എന്നോട് ഞാൻ ദേഷ്യപ്പെടണ? ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല പൊന്നെ. അറിയാഞ്ഞിട്ടാണോ അവരുടെ കൂടെ അവള് വന്ന എന്ത് ചെയ്യുന്നു എന്നോട് രാവിലെ ചോദിച്ചത്? ഇല്ലടി, ഞാൻ സത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ അവൻ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന്. വേണ്ട, ഒന്നും പറയണ്ട, ഇറങ്ങി പൊക്കോ എന്റെ റൂമിൽ നിന്ന്. നീ ചുമ്മാ ദേഷ്യപ്പെട്ട് എന്റെ കൺട്രോള് കളയില്ലട്ടാ. ഞാൻ എന്താ ചെയ്യണേന്ന് പറയാൻ പറ്റത്തില്ല. താൻ
താൻ എന്ത് പണ്ടാരോങ്കിലും ചെയ്, എനിക്കൊരു പുല്ലും ഇല്ല. നന്ദു താനിങ്ങനെ ദേഷ്യപ്പെട്ടാലോ, അവനൊന്ന് പറയാൻ സ്പേസ് കൊടുക്കുക. അതെ അതെ, താനൊന്നും മിണ്ടണ്ട. അവളുടെ കൂട്ടത്തിൽ വേറെ അടുത്ത് വന്നിട്ടില്ലേ, അവളാരാ? എന്റെ പൊന്നു ദേവു, അത് ഇവന്റെ ആരുമല്ല. എന്തായാലും കഴിഞ്ഞില്ലേ, ഇനി ഒന്ന് വായടച്ച് നിൽക്കൂ. താൻ എന്തിനാ അവളോട് ചൂടാവണത്? ഏത് സമയത്താണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത് അവിടെ ഞാൻ നിന്നാ മതിയായിരുന്നു, കുറച്ച് മനസമാധാനം കിട്ടിയാനെ. പിന്നെ എന്തിനാ ഇവിടെ നിക്കണ, ഇറങ്ങി പോവാൻ പാടില്ലേ? നീ കിടന്ന് കരയാനും മാത്രം ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടും ഇല്ല, നിന്നോടൊന്നും ചെയ്തിട്ടും ഇല്ല. അതെ, മതി മതി, ഒഴിക്കെ രണ്ടുപേരും, വെറുതെ അവളെ കരയിപ്പിക്കാനായിട്ട്. ഏത് സമയത്താണോ ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയത്? നന്ദു, നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ? മഹിയേട്ടൻ പറഞ്ഞാലും കാര്യമില്ലേ? പുള്ളി എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല, അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ നീ അയാളെ സപ്പോർട്ട് ചെയ്തിരുന്നോ? ഞാനൊന്നും പറയാനില്ല, തീർന്നില്ലേ? എൻ്റെ പൊന്നു വെച്ച് ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണല്ല, ഞാൻ കാര്യം പറഞ്ഞല്ലേ നിന്നോട്. മഹി, ഒന്ന് വന്നേ, എനിക്കൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല, നീ കിന്നരിക്കാൻ നിൽക്കാണ്ട് പോയിക്കേ. അതിനെനിക്ക് തന്നോടല്ല സംസാരിക്കേണ്ടത്, തൻ്റെ നന്ദു ഇല്ലേ, അയാളോടും പിന്നെ ദേവുവിനോടും സംസാരിക്കണം. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. വേണ്ടെന്നാ? ഇല്ല, വേണ്ട, സംസാരിക്കണ്ട. എടോ, താനിപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ കാര്യം ഞാനാണെന്നറിയാം. ഞാൻ കാരണം നിങ്ങൾ രണ്ടുപേരും വഴക്കാണെന്നറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കൊന്ന് സംസാരിക്കണം. പ്ലീസ് ഒന്ന് വാ. ആ ശരി, വാ. ഹലോ. ഹലോ, എന്താടോ ഇങ്ങോട്ട്? എനിക്ക് നന്ദുവിനോടും ദേവുവിനോടും മഹീനോടും ഷിയനോടും ഒരു കാര്യം പറയാനുണ്ട്, കേട്ടിരിക്കണം പ്ലീസ്. എനിക്ക് ആരോടൊന്നും സംസാരിക്കാനും കേൾക്കാനോ ഒന്നും പറ്റത്തില്ല. അതെന്താ, നിനക്ക് നിന്റെ ചെവിക്ക് നാക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മിണ്ടാണ്ട് അവിടെ ഞാൻ ഇരിക്കടി. മഹി, അതൊക്കെ അയാൾ കേട്ടോളും. ഞാൻ പറയാൻ പോണ കാര്യം എന്തായാലും അയാൾ കേൾക്കണം. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ ഇടയിൽ ഞാൻ കട്ടുറുമ്പാകാനോ നിങ്ങളെ തമ്മിൽ പിരിക്കണമെന്നോ ഒന്നും ഉദ്ദേശിച്ച് വന്നതല്ല. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. എന്താണെന്ന് പറയാം. എൻ്റെ എൻഗേജ്മെൻ്റാണ് നെക്സ്റ്റ് മന്ത് 5th പാരീസിൽ വെച്ചാണ്. നിങ്ങൾ വരുമോയെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. വരാൻ പറ്റുമെങ്കിൽ വരണം എല്ലാവരും. താഴത്ത് ഞാൻ പാരൻസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പറയാനാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. മഹിക്ക് ശിവനെ ഞാൻ മാറി മാറി മെസ്സേജ് അയച്ച് വിളിച്ച്, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അറ്റൻഡ് ചെയ്തില്ല. ആൻസറും ഇല്ല, റിപ്ലൈയും ഇല്ല. പിന്നെ ഞാനിത് തന്നെ വിചാരിച്ച് എന്തായാലും വന്ന് ഇൻവൈറ്റ് ചെയ്യാം എന്ന്. എനിക്കെന്തായാലും എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ കൂട്ടാനായിട്ട് നാളെ കോട്ടയത്തോട്ട് പോകണം. അപ്പോൾ വരുന്ന വഴി ഇവിടെയും കൂടെ വന്ന് നിങ്ങളെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും എങ്കിലും വരണം. ദേവുവിനെയും നന്ദുവിനെയും കൂട്ടിക്കോ, അവർക്കും കൂടെ സമ്മതമാണെങ്കിൽ. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഇത് വന്നപ്പോൾ തന്നെ പറയാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എല്ലാവരും ഒരുമാതിരി എന്നെ ശത്രുവിനെ കാണുന്ന പോലെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് സങ്കടമായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത്. അവിടെ താഴെ മേഘാൻ്റിയോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോറി എന്നാ. അതൊന്നും കുഴപ്പമില്ലാത്ത എന്താ, ഇതെല്ലാം ശീലമാണ്. പിന്നെ ദേവൻ എന്താണെന്നൊന്നും വിളിക്കണ്ട, നന്ദുവും തന്നെ വിളിച്ചാൽ മതി. ഓ ഓക്കെ. പിന്നെ ഞാൻ കാരണം രണ്ടാളും വഴക്കിട്ടിരിക്കുമല്ലേ, ആ വഴക്കെന്തായാലും മഹി ഒരു കിസ് കൊടുത്ത് മാറ്റിയേക്ക്. ഇല്ല ഇല്ല, നമ്മളെ വിശ്വാസമില്ലാത്ത ആൾക്കാർക്കൊന്നും നമ്മളെ കിസ് കൊടുക്കാറില്ല. ഒന്ന് പോടോ, ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തേ.